ഞാനച്ഛാ, ഭാഗ്യദോഷിയായ അച്ഛന്റെ പാപിയായ മകൾ. അവളെ ഞാൻ കൊന്നു. എന്റെ മോളെ ഞാൻ കൊന്നു. എന്റെ മോളെ ഞാൻ കൊന്നു. സരളെ, എന്ത് വേണം? നിനക്ക് 1 വയസ്സായത് മുതൽ ഞാൻ ആസ്പത്രിയിൽ പോകുന്നത് വരെ നീ എന്റെ കൂടെ കിടന്നേ ഉറങ്ങിയിട്ടുള്ളൂ. നിന്നെപ്പോലെ നല്ലൊരു പെൺകുട്ടി ഇല്ലായിരുന്നു. നിനക്കെങ്ങനെ ഈ സ്വഭാവം വന്നു കുഞ്ഞെ? നിങ്ങളുടെ സ്വഭാവമാണ് മാറിയത്. എന്റെ സ്വഭാവം മാറിയിട്ടുണ്ടായിരിക്കാം. എന്നാലും ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തത് കൊണ്ട് അച്ഛനല്ലാതായി പോകുമോ കുഞ്ഞെ? നമ്മുടെ അച്ഛനെ പിടിച്ച് നീ തള്ളിയല്ലോ സരളെ. നീ സുഖമായി ജീവിക്കട്ടെ എന്ന് കരുതി എന്റെ സ്വത്തുക്കളെല്ലാം ഞാൻ നിനക്ക് തന്നു. രോഗം സുഖമായി വന്ന ഞാൻ ഈ വീട് വിട്ടിറങ്ങിപ്പോയത് എന്തിനാണെന്ന് നിനക്കറിയാമല്ലോ. നിന്റെ വിവാഹത്തിന് ഒരു തടസ്സമായിരിക്കരുതെന്ന് കരുതി അങ്ങനെയും എന്നെ നശിപ്പിച്ചു. നീയും നിന്റെ ഭർത്താവും തമ്മിൽ? ചേച്ചിക്കത് മനസ്സിലാവില്ല. ചേച്ചി കാമുകിയേ ആയിട്ടുള്ളൂ. ഒരു ഭാര്യയ്ക്ക് ബുദ്ധിപരവും ചിന്താപരവും മാത്രം പറഞ്ഞു കേട്ടാ പോരാ. ചേച്ചി വേദനിക്കുന്നേ ഉള്ളൂ. ഞാൻ ഇഞ്ചിഞ്ചായി മരിക്കുന്നു. ആരാണത്? ഞാനാണ്, ഡോക്ടർ ഹരി. അകത്തേക്ക് വരാമല്ലോ. അനിയത്തിയാണല്ലേ? എന്തൊക്കെ വിശേഷം? ഞാൻ സരോജത്തെ ഒന്ന് കാണാനാണ് വന്നത്. മനസ്സിലായി, നല്ലവണ്ണം മനസ്സിലായി. എന്റെ വീടിന്റെ മര്യാദ ഈ തരത്തിലായിപ്പോയി. അതെ, ഇത് വേശ്യാലയല്ല. സരളെ, ക്ഷമിക്കൂ സരോജ. ഡോക്ടർ സാർ, എന്നോടൊന്നും തോന്നരുതേ. നീ തെറ്റായ രീതിയിലൊന്നും പെരുമാറിയില്ലല്ലോ. പക്ഷേ നിന്റെ ദയനീയ സ്ഥിതിയെക്കുറിച്ച് ഓർത്ത് ഞാൻ വേദനിക്കുകയാണ്. എന്റെ ദുരിതത്തെ പറ്റി ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. ഡോക്ടർ തോമസിന്റെ ഉപദേശം എപ്പോഴും ഓർമ്മയിലുള്ളത് കൊണ്ട് ആത്മഹത്യ ചെയ്യാനും മനസ്സ് വരുന്നില്ല സാർ. എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങ് എന്തിനാണ് വന്നത്? ഞാനും ഇപ്പോ അതേപ്പറ്റി ആലോചിക്കുക. ഞാൻ എന്തിനാണ് വന്നത്? പക്ഷെ ഡോക്ടറല്ല വന്നത്, ഹരിയാണ്. എന്താണ് അങ്ങ് പറഞ്ഞതിന്റെ അർത്ഥം? നാം തമ്മിൽ ആദ്യമായി കണ്ടപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ സരോജത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർക്കാനിടയാക്കി. നിന്നെപ്പോലെ ഹൃദയവും സംസ്കാരവുമുള്ള ഒരു സ്ത്രീയെ ഞാൻ ഇന്നുവരെ പരിചയപ്പെട്ടിട്ടില്ല. നിന്നോളം ദുഃഖത്തിനൊരു പെണ്ണിനെയും കണ്ടിട്ടില്ല. അതുകൊണ്ടൊക്കെ ആവാം കാരണമില്ലാതെ കാണണം തോന്നി. ശരി, ഞാൻ പോട്ടെ. ചോദിക്കുന്നതിൽ വൈഭവം തോന്നി.
എനിക്കൊരു വിവരം അറിയണമെന്നുണ്ട്. ഞാനൊന്നും തന്നെ ഒളിച്ചു വെക്കുകയില്ല. സരോജവും മോഹനും തമ്മിൽ പ്രേമമായിരുന്നു. ആയിരുന്നു. ഇപ്പോൾ അയാൾ നിങ്ങളെ വെറുക്കുന്നു. ഞാനോ? സരോജത്തെ പോലൊരു സ്ത്രീക്ക് അത് കഴിയുമോ? എനിക്കറിയാൻ പാടില്ല ഡോക്ടർ സാർ. പ്രേമം ദിവ്യമാണെന്നൊക്കെ ധരിച്ചിരുന്നവളാണ് ഞാൻ. പക്ഷേ ഇന്ന് ഞാൻ അയാളെ വെറുക്കുന്നു. ഇനി ഒരിക്കലും ആ മനുഷ്യനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ സ്വഭാവം ദുഷിച്ചതായിരിക്കാം. അല്ല, നിന്റെ ഹൃദയം നിർമ്മലമാണ്. സ്നേഹിക്കാൻ കഴിയുന്നവർക്ക് വെറുക്കാനും കഴിയും സരോജ. വെറുക്കാൻ കഴിയുന്നവർക്ക് വീണ്ടും സ്നേഹിക്കാൻ കഴിയും. ആ മനുഷ്യനെ ഒരു കാലത്തും എനിക്ക്... ഏത് മനുഷ്യനെന്ന് ഞാൻ പറഞ്ഞില്ല. എന്തൊരു വിരോധാഭാസം. നല്ലവളായ നീ ദുഃഖത്തിന്റെ ഉമിത്തിയിൽ നീറി നശിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ അനിയത്തി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ശാന്തമായൊരു ജീവിതം കിട്ടുമെന്ന് ഞാൻ ആശിച്ചു. ഇപ്പോൾ എനിക്ക് ബോധ്യമായി, ഡോക്ടർ തോമസിനെതിരായ ഒരു കരുവാക്കാനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. ഞാനും എന്റെ അച്ഛനും രണ്ട് നികൃഷ്ട ജീവികളായി ഇവിടെ കഴിയുന്നു. രോഗിയായ എന്റെ അച്ഛന് ഇപ്പോൾ ഭ്രാന്താണ്. സരോജ, ഇതുവരെ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? മാനസിക രോഗ ചികിത്സയ്ക്ക് സ്പെഷ്യലൈസ് ചെയ്തവനാണ് ഞാൻ. അച്ഛനെ ഞാൻ ചികിത്സിക്കാം. അദ്ദേഹത്തെ സുഖപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു. അങ്ങേക്ക് ഇവിടെ വരാൻ തോന്നിച്ചത് ദൈവമാണ്. അച്ഛനോട് ഇവിടെ ഇരിക്കണം. ഞാൻ ഇപ്പോൾ വിളിച്ചോണ്ട് വരാം. ഇരിക്കൂ. ഡോക്ടർ ഹരി പ്രാന്തിന് ചികിത്സിക്കാൻ എടുക്കനാണ്. അച്ഛനെ സുഖപ്പെടുത്താമെന്ന് പറയുന്നു. നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് രണ്ടുപേരും കൂടി ചേർന്ന് ആലോചിച്ച ബുദ്ധി കൊള്ളാം. അച്ഛന് ചികിത്സിക്കാനെന്ന് പറഞ്ഞ് അയാൾക്ക് എപ്പോഴും ഇവിടെ വരാമല്ലോ. എന്റെ പൊന്നനിയത്തി, നീയെങ്കിലും എന്നെ മനസ്സിലാക്കാൻ. ഞാൻ മനസ്സിലാക്കി. സരോജത്തെ കാണാൻ അവളുടെ സുഹൃത്തോട് ഭേദമാണെന്നാണല്ലോ പറയുന്നത്. രോഗികളെ മാത്രമേ ഒരു ഡോക്ടർക്ക് കാണാവുന്ന നിയമമാണ്. എന്തെങ്കിലും ഒരു കാരണം വേണം. എന്തെങ്കിലും ഒരു കാരണം കാണും. സരോജം അവിവാഹിതയാണ്. അന്യപുരുഷന്മാർ അവളെ കാണാൻ ഇവിടെ വരരുത്. എന്റെ രക്ഷകർത്താവ് സമയണ്ട. ആ ചുമതല അങ്ങ് ഏൽപ്പിച്ചിട്ടില്ല. ഇത് സമുദായത്തിന്റെ പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമാണ്. മനുഷ്യത്വം കാഴ്ചകൾ ഞങ്ങളുടെ നാടിന്റെ പ്രശ്നമാണെന്ന്. നിങ്ങളുടെ നാടെന്ന് വെച്ചാൽ ഓ ഇന്ത്യ. അച്ഛനോട് അങ്ങ് പോയിക്കോളൂ. എന്റെയും എന്റെ അച്ഛന്റെയും ശവം കാണാതെ ഇവർ അടങ്ങുകയില്ല. ഞങ്ങൾ അതിന് തയ്യാറായിക്കൊള്ളു. സരോജ നിരാശപ്പെടില്ല. ഞാൻ പോകുന്നു. പിന്നെ കാണും. എവിടെ വരണമെന്ന് ഇവിടെ പറഞ്ഞേക്ക് പോകും. അത് ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞോളാം. ഈ നൂറ്റാണ്ടിൽ ജീവിക്കാൻ ശ്രമിക്കും മനുഷ്യ. ഗുഡ് ബൈ.